ഇനി ആരെങ്കിലും തൗബ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, പശ്ചാത്തപിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ സമയമുണ്ട്. നമ്മൾക്ക് അള്ളാഹു ഇതിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. സ്വലാത്ത് തൗബ എന്ന് പറയുന്ന നിസ്കാരമുണ്ട്. എന്നും എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അതായത് രാത്രിയിൽ നമ്മൾ കടന്നുറങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച ആ നിസ്കാരത്തെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് വലദത്തു ഉമ്മുഹു എന്നാ പറഞ്ഞത്. ഉമ്മ അവനെ പ്രസവിച്ച അന്നത്തെ രാത്രി എത്രമാത്രം പരിശുദ്ധിയാണോ അന്നത്തെ ദിവസം അത്രമാത്രം പരിശുദ്ധിയായിരിക്കും അവനുണ്ടാവുക എന്നുള്ള. എന്നാൽ അവൻ അത് മുഖേന മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ. അപ്പോൾ 2 റക്അത്ത് സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയും സലാം വീട്ടുന്നതോടുകൂടി മുഴുവൻ പാപങ്ങളും പൊറുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥമായ തൗബയായിരിക്കണം, സത്യസന്ധമായ തൗബയായിരിക്കണം. കുറേ തൗബയും ഇനിയും തെറ്റിയും, കുറേ തൗബയും ഇനി തെറ്റിയും, മനുഷ്യന്മാരറിയാതെ തെറ്റ് വരും. എന്നും അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിൽ 100-ലേറെ പ്രാവശ്യം തൗബ ചെയ്തിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അതാണ് തൗബയുടെ ഏറ്റവും കുറഞ്ഞ ലഫ്ള്. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. അത് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അഖിലവും പൊറുക്കും.